ബഹുമാനപ്പെട്ട നബി തങ്ങൾ പഠിപ്പിക്കുന്നു വഖുദു മിൻ ഹയാതിക ലിമൗതിക, നിന്റെ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്കുള്ളത് നീ തെരഞ്ഞെടുത്തു വെക്കുക. വസിഹതക ലിസഖമിക, നിന്റെ ആരോഗ്യ സമയത്ത് നീ അധ്വാനിക്കുക, നിന്റെ രോഗസമയത്തിന് വേണ്ടി. എന്നിട്ട് ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഫഇന്നക യാ അബ്ദല്ലാഹ്, ഓ എൻ്റെ അബ്ദല്ലാഹ്, ലാ തദ്രി മസ്മുക ഗദാ, നാളത്തെ നിന്റെ പേരെന്താണെന്ന് നിനക്കറിയില്ല. നാളത്തെ നിന്റെ പേരെന്താണെന്ന് നിനക്കറിയില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതേ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്, ഒന്നിരിക്കൽ ഈമാൻ നഷ്ടപ്പെട്ടു പോയി മറ്റൊരു മതത്തിലേക്ക് ചെന്നെത്തുമോ എന്നായിരിക്കാം. അതല്ലെങ്കിലോ ലാ തദ്രി മസ്മുക ഗദാ, പേര് അബ്ദുള്ളയാണ്, മുഹമ്മദ് ഷാക്കിറാണ്, അബ്ദുറഹ്മാനാണ്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പേര് വെച്ചവളാണ്, ഫാത്തിമയാണ്, ആയിഷയാണ്, ഇങ്ങനത്തെ പേരാ നിനക്ക് ഇന്നുള്ളതെങ്കിൽ നീ മരിച്ചാൽ നിന്റെ പേര് മാറുമല്ലോ. മരിച്ചാൽ നിന്നെ ആരും വന്നുപോയി മുഹമ്മദ് ഷാക്കിർ എന്ന് വിളിക്കാറില്ലല്ലോ. അബ്ദുറഹ്മാനിക്ക മരിച്ചാൽ മരിച്ചത് അബ്ദുറഹ്മാനിക്കയാണെങ്കിലോ അബ്ദുറഹ്മാനിക്കാരെ കൊണ്ടുപോകാനായോ എന്ന് ചോദിക്കാറില്ലല്ലോ. ഇന്നെല്ലാവരും ഉസ്താദ് എന്ന് വിളിച്ച നീയാ, നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാൽ നീ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥി പോലും വന്നുകൊണ്ട് വിളിക്കുന്നത് മയ്യിത്താണെന്നല്ലേ. നീ സ്നേഹിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പെറ്റുമ്മ പോലും വന്നുകൊണ്ട് വിളിക്കുന്നത് മയ്യിത്താണെന്നല്ലോ. നീ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ നിന്റെ മയ്യത്തിനെ കൊണ്ടുവരുമ്പോ മയ്യത്ത് പേരല്ലേ വിളിക്കുന്നുള്ളൂ. അവിടെ സ്നേഹമുണ്ടാകാഞ്ഞിട്ടല്ല, സ്നേഹമുണ്ട്. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ലാ തദ്രി മസ്മുക ഗദാ, നിന്റെ നാളത്തെ പേര് നിനക്കറിയില്ല. ഇന്ന് നിന്റെ അബ്ദുള്ളയാണെങ്കിൽ നാളെ അത് മയ്യത്ത് എന്ന പേരായിരിക്കാം. അതുകൊണ്ട് എന്റെ സ്വഹാബിയായ അബ്ദുല്ലാഹ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പൊന്നുമോനെ അബ്ദുല്ലാഹ്, തീർപ്പ് കൽപ്പിക്കണ്ട, എല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിലാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. മരണമെന്ന പ്രതിഭാസത്തെ നിഷേധിക്കാൻ ഞാനില്ല, നിങ്ങളില്ല. പക്ഷേ അതിന് വല്ലാത്തൊരു വേദനയുണ്ട്, അത് നാം എല്ലാം അനുഭവിക്കേണ്ടവനാണ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഇളവ് നൽകണേ അല്ലാഹ്. ഇന്നലിൽ മൗതി ലസകറാത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് ബഹുമാനപ്പെട്ട നബി തങ്ങൾ മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് മദീന കരയുകയാ, സ്വഹാബികൾ കരയുകയാ, കുടുംബം കരയുകയാ, കണ്ണീരൊഴുക്കുന്നു മഹാന്മാരല്ല. അതേ ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അടുത്തേക്ക് വിളിക്കുന്നു. ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം കൊണ്ടുവരാൻ പറയുകയാ. അല്ലാഹുവിന്റെ ഹബീബ് തണുത്ത വെള്ളത്തിലേക്ക്, പാത്രത്തിലേക്ക് കൈയിട്ടു. എന്നിട്ട് പ്രവാചകർ മുഖത്തോട് തടഞ്ഞു നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട പ്രവാചകരോട് ചോദിക്കുന്നു മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ബഹുമാനപ്പെട്ട പ്രവാചകരോട് ചോദിച്ചു, എന്താ ഉപ്പ വല്ലാത്ത വേദനയുണ്ടോ? എന്തേ നബിയേ നിങ്ങൾ
പ്രയാസമുണ്ടോ എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമയോട് പറയുന്നു, ഓ എന്റെ ഫാത്തിമ, ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണ് ഫാത്തിമ, സഹിക്കാൻ കഴിയുന്നില്ല ഫാത്തിമ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മരണത്തെ കുറിച്ച്, അതിന്റെ വേദനയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോ, ഓ എന്റെ മുഅ്മിനേ, എത്ര ആളുകളെയാ നമ്മളെ മയ്യത്തായി കൊണ്ടുവച്ചത്, എത്ര ആളുകളാ കബറിലിട്ട് മൂടിയത്. നമ്മൾ ഒരുപാട് സാദാത്തുക്കൾ, പണക്കാട്ട് തങ്ങളെ പോലോത്തെ സയ്യിദുമാരെ കൊണ്ട് മൂടിയില്ലയോ? അവർക്ക് അനുയായികളില്ലാത്തത് കൊണ്ടല്ലോ. ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് വഫാത്തായില്ലയോ? നെല്ലിക്കുത്ത് ഉസ്താദിന്റെ ശിഷ്യന്മാര് മുഴുവനോ അതേ അവിടെ പങ്കുചേർന്നവരെല്ലാം കൈപ്പിടിയിൽ മണ്ണെടുത്തുകൊണ്ട് ഉസ്താദിന്റെ ശരീരത്തിന് വാരിയിട്ടില്ലയോ? ഇതുപോലെ എന്റെയും നിങ്ങളുടെയും ശരീരത്തിലേക്ക് നമ്മൾ സ്നേഹിക്കുന്ന മക്കള് മണ്ണ് വാരിയില്ലേ? നമ്മുടെ ഉപ്പ വന്നുകൊണ്ട് മണ്ണ് വാരിയിടില്ലേ? നമ്മുടെ മുതഅല്ലിമീങ്ങൾ വന്നുകൊണ്ട്, നമ്മുടെ കൂടെയുള്ള സംഘടനാ പ്രവർത്തകന്മാര് വന്ന് നമ്മുടെ ശരീരത്തിൽ മണ്ണ് വാരിയിടുമല്ലോ. ആ ചിന്തയിലേക്ക് പോവാത്തത്, മരണമെന്ന പ്രതിഭാസവും അതിന്റെ വേദനയെ കുറിച്ചുമുള്ള ഒരു ചിന്ത പോലും നമ്മുടെ മനസ്സിലില്ലല്ലോ. വല്ലാത്ത അപകടം തന്നെയാണ്. ഓ എന്റെ ചെറുപ്പക്കാരാ, ഇളവ് ലഭിക്കണോ? പരിഹാരമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്ന പരിഹാരം. അല്ലാഹുവേ, ഞങ്ങളുടെ മരണവെപ്രാളോ വളരെ ഇളവോടുകൂടെയാക്കണേ അല്ലാഹ്. ഖബറിലുള്ള ജീവിതം സന്തോഷകരമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖബറിലേക്ക് ചെല്ലുമ്പോ ഞങ്ങൾക്ക് ഫാത്തിഹ സൂറത്ത് ഓതുന്ന മക്കളെ തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മൗലീദ് പാരായണങ്ങൾ ചെയ്തുകൊണ്ട് ഹദിയ ചെയ്യുന്ന വീടാക്കണേ അല്ലാഹ്. എന്റെ ഉപ്പമാരെ SYS പ്രവർത്തിച്ചോ, എന്നാൽ നിങ്ങൾക്ക് അതിനൊരു പരിഹാരമുണ്ട്. ഖബറിലേക്ക് നിങ്ങൾ ഇവിടെ വെച്ച് മരണപ്പെട്ടാലോ, ഈ കെട്ടിങ്ങൽ എന്ന് പറയുന്ന യൂണിറ്റ് ആണെങ്കിലും അതിൽ നിന്നൊരാൾ മരിച്ചാലോ, സൗദി അറേബ്യയിൽ പോലും മയ്യത്ത് നിസ്കാരം SYS കീഴിൽ നടക്കുന്നുണ്ട്. ോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടെയോ, നിങ്ങൾക്ക് SSFന്റെ മെമ്പർഷിപ്പിന് അധികാരമില്ല, അത് നിങ്ങൾക്ക് അനുവദനീയവുമല്ല. പക്ഷേ നിങ്ങളെ കുഞ്ഞുമക്കളെ SSFിലേക്ക് ചേർത്തിക്കോ, SBS-ന്റെ മെമ്പറാക്കിക്കോ. നിങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഉമ്മ മരണപ്പെട്ട് ഖബറിലേക്ക് വരുമ്പോ എല്ലാ യൂണിറ്റുകളിലേക്കും മെസ്സേജ് വരുന്നു, ഇന്നാലിന്റെ യൂണിറ്റിലെ ചെറുപ്പക്കാരന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ജാസിദിന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ആ ഉമ്മാക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണമെന്ന് പറയുമ്പോ, കഅബാലയം നിലനിൽക്കുന്ന മക്കയിൽ വെച്ചുകൊണ്ട് നിസ്കാരം നടക്കണമെങ്കിൽ SSF അതിനുള്ള പരിഹാരം. അതല്ലാത്ത മറ്റൊരു സംഘടന കൊണ്ടും ഇങ്ങനത്തെ ഔദാര്യം നമുക്ക് കിട്ടാനില്ല. അല്ലാഹുവേ, ഞങ്ങളെ പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയെല്ലാം അഖിലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മോത്സകരായ പ്രവർത്തകരാക്കണേ അല്ലാഹ്. എന്നിട്ട് അവരും അവരെ കൂട്ടുകാരും ഒരു ഖതം വന്നുകൊണ്ട് ഖുർആൻ ഓതുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷമാണല്ലോ. ഞങ്ങളെ നീ ഖായിബാക്കരുത് അല്ലാഹ്. ഓ എന്റെ സമൂഹമേ, ഓരോരോ മേഖലകളിലും വിഷളത്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പയിലും പോയാലും ക്യാമ്പസുകളിൽ നടക്കുന്ന കൂത്താട്ടം എന്താണ്? ചില കുട്ടികൾ മദ്യത്തിന്റെ അടിമകളാണ്, മറ്റു ചില കുട്ടികൾ മയക്കുമരുന്നിന്റെ അടിമകളാണ്, മറ്റു ചില മക്കളാണെങ്കിലോ രാഷ്ട്രീയത്തിന്റെ പേരിൽ പരസ്പരം കൊമ്പുകോർക്കുകയാണ്. ആ
സമയത്ത് മദ്യപിക്കരുത്, മയക്കുമരുന്ന് ഉപയോഗിക്കരുത്, രാഷ്ട്രീയത്തിൽ അമിതമായി ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് സമാധാനത്തിന്റെ ദൂതരായിട്ട് വരുന്ന ഒരേ ഒരു സംഘടനയുണ്ടെങ്കിൽ അത് ഈ ചെറുപ്പക്കാർക്ക് അല്ലാഹു തആല കനിഞ്ഞേൽകിയ SSF മാത്രമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിന്റെ മെമ്പർഷിപ്പ് വാങ്ങി ഞങ്ങളെ മക്കളെയും ഞങ്ങളെ സന്തോഷിപ്പിക്കണേ അല്ലാ. ഇഖ്ലാസുള്ള പ്രവർത്തനം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം ഇഖ്ലാസും ഖുശൂഉം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. റബീഉൽ അവ്വലിന്റെ മാസങ്ങളില് ക്യാമ്പസുകളിൽ ബഹുമാനപ്പെട്ട പ്രവാചകരുടെ പ്രകീർത്തനങ്ങൾ ആലപിക്കുന്ന മക്കള്, മൗലീദ് മരച്ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ചൊല്ലുന്ന മക്കള്, അത് SSFന്റെ മക്കളാണ്. പക്ഷേ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയതാണ്. അല്ലാഹുവേ, മുഅ്മിനീങ്ങളെ തെറ്റിദ്ധാരണ മാറ്റി സുന്നത്തി ജമാഅത്തിലേക്ക് അടുപ്പിക്കണേ അല്ലാ. ഖബറിലേക്ക് വരുമ്പോൾ ഉണ്ടാവേണ്ട സമാധാനത്തിന്റെ പരിഹാരം ഇപ്പോ തന്നെ ഉണ്ടാക്കി വെക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഇന്നലിൽ മൗതി ലസകറാത്ത്. മരണത്തിന് വല്ലാത്ത വേദനയാ. മരണം എല്ലാവർക്കും അനുഭവിക്കേണ്ടതാ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് എന്തുവാ? വല്ലദീ നഫ്സീ ബിയദി, എൻ്റെ ശരീരവും ആത്മാവും ആരുടെ കൈവശമാണോ അങ്ങനത്തെ ഒരു റബ്ബിനെ തന്നെയാണ് സത്യം. ലഅൽഫുൽ റബതി ബിസ്സൈഫ്, വാളുകൊണ്ടുള്ള 1000 വെട്ടി മുറിക്കല്. വാളുകൊണ്ട് 1000 വെട്ടന്റെ ശരീരത്തിന് നൽകല്. അഹ്വനു അലയ്യ മിൻ മൗതിൻ അലാ ഫിറാശി, എന്റെ വിരിപ്പിൽ കടന്ന് മരിക്കുന്നതിനേക്കാൾ എനിക്ക് വളരെ ലഘുവായിട്ട് തോന്നുന്നത് എന്റെ ശരീരത്തിന് വാളുകൊണ്ട് 1000 പ്രാവശ്യം മുറിക്കല. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുമ്പോ ബഹുമാനപ്പെട്ട ഇമാം ഔസാഇ തങ്ങൾ പറയുന്നത് എന്താ? മരിക്കലോട് കൂടെ മരിക്കുന്ന സമയത്ത് മാത്രമല്ല വേദന. ഇന്നൽ മയ്യിത യജിദു അലമൽ മൗതി, ഒരു മയ്യിത്ത് മരണത്തിന്റെ വേദന എത്തിക്കുന്നു. മാലൻ യുബഅദ് ഫിൽ ഖബരിഹി, അവന്റെ ഖബറിൽ നിന്ന് അല്ലാഹു തആല പുനർജന്മം കൊടുത്തുകൊണ്ട് ഉയർത്തുന്നത് വരെ മരിച്ചവൻ മയ്യത്ത മരണത്തിന്റെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഔസാഇ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുകയാണ്. ബനൂ ഇസ്രായീലരുടെ കാലത്ത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട പ്രവാചകരായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലമാണ്. ബനൂ ഇസ്രായീലിലെ ചില പണ്ഡിതന്മാർ ആ നാട്ടിലെ പള്ളി ഖബർസ്ഥാനിയുടെ അരികിലൂടെ നടന്നു പോകുമ്പോ ചില ആളുകൾ പറഞ്ഞു പണ്ഡിതരോട്, നിനക്ക് അല്ലാഹുവിനോടൊന്ന് ദുആ ചെയ്തുകൂടെയോ? ഈ ഖബറിലുള്ള ആരെങ്കിലും ഒന്ന് എണീപ്പിച്ചു തരുമോ? ഉടനെ തന്നെ അദ്ദേഹം ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്, ഖബർ രണ്ടായി പിളരുന്നു. ആ ഖബറിൽ നിന്ന് ഒരു മയ്യത്ത് എണീറ്റ് നിൽക്കുന്നു. ചോദിച്ചു, എന്തേ എന്നെ നിങ്ങൾ വിളിച്ചത്? എന്നെ എണീപ്പിക്കാൻ അല്ലാഹുവിനോട് ആവശ്യപ്പെടാൻ കാരണമെന്താണ്? ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നു. ഈ മയ്യത്തിന്റെ ചോദ്യത്തിന് മറുപടിയാണ്, എങ്ങനെയുണ്ട് മരണമെന്ന് അന്വേഷിക്കാനാ നിന്നെ വിളിപ്പിച്ചത്. ഉടനെ പറയുന്നു, ലഖദ് ദുഖതുൽ മൗത മുൻദു 50 സന, ഞാൻ 50 വർഷം മുമ്പ് മരിച്ചു പോയ ഒരാളാണ്. പക്ഷേ മാസകനത്തി മിറാറത്തുൽ മൗതി മിൻ ഖൽബി, എന്റെ ഹൃദയ
ഹൃദയത്തിൽ നിന്ന് മരണത്തിന്റെ വേദന ഇപ്പോഴും അടങ്ങിയിട്ടില്ല. ഞാൻ ഇപ്പോഴും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേ മരിച്ചു കഴിഞ്ഞ മരിക്കുന്ന സമയത്ത് മാത്രമല്ല, മരണത്തിന്റെ വേദന ഖബറിൽ നിന്ന് പുനർജന്മം നൽകപ്പെടുന്നത് വരെ മരണവേദന നിലനിൽക്കുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഇളവ് നൽകണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്. ലൗ തഅലമിൽ ബഹായിമു മിനൽ മൗതി മാ യഅലമു ഇബ്നു ആദം. മനുഷ്യൻ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയതുപോലെ നാകാലികളെങ്ങാനും മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് തടിയുള്ള ഒരു മൃഗത്തെ ഭക്ഷിക്കില്ല. അതിനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നിങ്ങൾ മരണത്തെ കുറിച്ച് ഓർക്കുന്നത് കൊണ്ട്, അതേ മരണത്തെ കുറിച്ച് അവർ ഓർക്കാത്തത് കൊണ്ടാണ് നാകാലികൾ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. മരണത്തെ കുറിച്ചൊരു പരിജ്ഞാനം നാകാലികൾക്കുണ്ടെങ്കിൽ ആദം മനുഷ്യൻ മനസ്സിലാക്കിയതുപോലെ മരണത്തെ കുറിച്ച് നാകാലികൾ മനസ്സിലാക്കിയാൽ തടിയുള്ള ഒരു മൃഗത്തെയും നിങ്ങൾക്ക് തിന്നാൻ കഴിയില്ല. അങ്ങനെ അവരെ കിട്ടൂല നിങ്ങൾക്ക്. അവരെല്ലാം മെലിഞ്ഞോട്ടോ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ കുറെ ഒട്ടകങ്ങളെ മേച്ച് നടക്കുന്ന ഒരാളെ കണ്ടു. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെന്നു. അതിൽ നിന്നൊരു ഒട്ടകത്തെ അടുത്തേക്ക് വിളിച്ചു. അടുത്തു ചെന്നു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം വന്നത് ഈസയാണെന്ന് ഒട്ടകത്തിനെ മേക്കുന്ന ആൾക്കറിയില്ല. ആ ഈസാ നബി അലൈഹിസ്സലാം ഒട്ടകത്തെ അടുത്തേക്ക് അടുപ്പിച്ചു വെച്ചതിന്റെ ചെവിട്ടിൽ എന്തോ പറഞ്ഞു. ഇന്നക മയ്യത്തുൻ, ഇന്നക മയ്യത്തുൻ, നീ മരിക്കേണ്ടവനാണ് എന്ന ഒരു ചെറിയ മന്ത്രം ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഒട്ടകത്തിന്റെ ചെവി അടുത്തേക്ക് വെച്ചുകൊണ്ട് മന്ത്രിക്കുമ്പോ എന്താ പറഞ്ഞതെന്ന് ആരും കേട്ടിട്ടില്ല. ഒട്ടകത്തെ മേക്കണയാൾക്കും അറിയുന്നില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ് മാസങ്ങൾ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഇതേ ഒട്ടകക്കാരന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ ഒട്ടകത്തിൽ നിന്ന് ഒന്നു മാത്രം ഭക്ഷണം കഴിക്കാതെ എല്ലാം പുറത്ത് കാണുന്ന രൂപത്തിൽ, വാരിയല് പുറത്ത് കാണുന്ന ഒരു രൂപത്തിൽ അതാ കിടക്കുന്നതിന് വെള്ളം വേണ്ട, ഭക്ഷണം വേണ്ട, ഇങ്ങനെ ഒരു മൂലയിൽ കിടക്കുന്ന ഒട്ടകത്തെ കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഈ ഒട്ടകത്തിനെ മേയ്ക്കുന്നയാളോട് ചോദിച്ചു, എന്തേ ഈ ഒട്ടകം ഇങ്ങനെ മേഞ്ഞു നടക്കുന്ന ഒട്ടകമായിരുന്നല്ലോ, എന്തുകൊണ്ടിങ്ങനെ മെലിഞ്ഞൊട്ടാൻ കാരണമെന്ന് ചോദിക്കുമ്പോ ഈ ഉടയൻ പറയുകയാണ്, ഈ ഒട്ടകത്തിനെ മേയ്ക്കുന്നയാള് പറയുകയാണ്, യാ റൂഹല്ലാഹ് ലാ അഅലമു, എന്താണെന്ന് എനിക്കറിയില്ല, എനിക്കൊരു കാര്യം അറിയാം. മാസങ്ങൾക്ക് മുമ്പ് ഒരാള് ഈ ഒട്ടകത്തിന്റെ അരികിലൂടെ നടന്നു പോവുകയോ അതിന്റെ ചെവിയിലെന്തോ മന്ത്രിക്കുന്നത് ഞാൻ കേട്ടു. എന്താണെന്നറിയില്ല. അങ്ങനെയാണ് ഈ ഒട്ടകം നിക്കോലത്തിലായത്. അത് തന്നെയാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മരണം എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു പരിജ്ഞാനം ഒട്ടകങ്ങൾക്കോ പശുക്കൾക്കോ ആടുകൾക്കോ ഉണ്ടെങ്കിൽ തടിയുള്ള ഒരു മൃഗത്തെയും തിന്നാൻ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ എന്റെ മുഅ്മിനീങ്ങളെ, മഹാന്മാരായ അമ്പിയാക്കൾ മരണപ്പെട്ടവരെ അമ്മാവ് യജമാനനായ റബ്ബിന്റെ അരികിലേക്ക് അടുത്തു വരുമ്പോ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ
അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആത്മാവ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തിയപ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് യജമാനനായ റബ്ബ് തആല ചോദിച്ചു, യാ മൂസാ കൈഫ വജത്തൽ മൗത്ത്, എങ്ങനെയുണ്ടായിരുന്നു മരണവേദന, എങ്ങനെയാ നിങ്ങൾക്ക് മരണത്തെ എത്തിക്കാൻ കഴിഞ്ഞത് എന്ന് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം കൊടുക്കുന്ന മറുപടി, വജത്തു നഫ്സീ കശാതിൻ ഹയ്യതിൻ ബിയദിൽ ഖസാബി തുസ്ലഹു. ഒരു അറവുകാരനായ മനുഷ്യന്റെ കയ്യിലുള്ള ജീവനുള്ള ആടിന്റെ തോല് ജീവനോടെ വലിച്ചിറക്കുകയാണെങ്കിൽ എങ്ങനെയാകുമോ ആടിന് അനുഭവിക്കാൻ കഴിയുന്ന വേദന, അതുപോലെയാ എനിക്ക് അങ്ങനെ അനുഭവിക്കാൻ കഴിഞ്ഞതെന്ന് മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിനോട് പറയുമ്പോ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് കഅബ് തങ്ങളോട് ചോദിക്കുന്നു, ഹദ്ദിനാ അനിൽ മൗത്ത്, മരണത്തെ ഒന്ന് വിശദീകരിച്ചു തരുമോ, മരണത്തിന്റെ ഭയാനകരയൊന്ന് അറിയിച്ചു തരുമോ, എങ്ങനെയാണ് മരണോ? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട കഅബ് തങ്ങൾ പറയുന്നു, യാ അമീറൽ മുഅ്മിനീൻ വഹുവ കഗാസിലിൻ കസീരി സൗഖി കസീരി ശൗഖി ഉദ്ഖില ഫീ ജൗഫി റജുലിൻ. ഒരു മനുഷ്യന്റെ വായിന്റെ ഉള്ളിലേക്ക്, അവന്റെ വയറ്റിനുള്ളിലേക്ക് വായിലൂടെ മുള്ളുള്ള ഒരു ചില്ലയെ കടത്തിവിടുകയോ, ഒരു മരക്കൊള്ളി നല്ല മുള്ളുള്ള മൂർച്ചയുള്ള മുള്ളുള്ള ഒരു മരച്ചില്ല ഒരു മനുഷ്യന്റെ വായിലൂടെ ഉള്ളിലേക്ക് കടത്തുകയോ, അങ്ങനെ ആ മരച്ചില്ലയിലുള്ള ഓരോ മുള്ളുകളോ ഈ മനുഷ്യന്റെ ഞരമ്പിനെ പിടിക്കുകയോ, ആ മുള്ളിലെല്ലാം ചുറ്റി തിരിഞ്ഞു കിടക്കുന്ന ഈ ഞരമ്പുകള് മുകളിലേക്ക് വലിച്ചു നീട്ടുമ്പോ അതിൽ നിന്ന് പൊട്ടേണ്ടത് പൊട്ടുകയും ബാക്കി നിൽക്കേണ്ടത് ബാക്കി നിൽക്കുകയും ചെയ്യുമ്പോ ഏതൊരു മരണമാണോ ഏതൊരു വേദനയാണോ അനുഭവിക്കുന്നത് അതുപോലെയാണ് മരണത്തെ കുറിച്ച് എനിക്ക് മനസ്സിലായത് എന്ന് ബഹുമാനപ്പെട്ട കഅബ് റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ കേട്ടോ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ആകുന്ന പ്രവാചകനെ നിഷേധിക്കുന്ന ജൂതന്മാര് പരീക്ഷണം നടത്താൻ വരുന്നു. ഈസാ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, നീ ഇങ്ങനെ പല ആളുകളെയും മരിച്ചവരെ ജീവിപ്പിക്കുന്നുവല്ലോ, എന്നാൽ ബഹുമാനപ്പെട്ട സാം ഇബ്നു നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമിന്റെ ഖബറുണ്ടവിടെ. ഒന്ന് ഖബറിൽ ചെന്നുകൊണ്ട് വിളിച്ച് നീ ഒന്ന് എണീപ്പിക്കുമോ ഈസാ? ഈസാ നബി അലൈഹിസ്സലാമിനോട് ജൂതന്മാര് വന്നുകൊണ്ട് പറയുമ്പോ സാം ഇബ്നു നൂഹിന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് വിളിച്ചു പറയുമ്പോ സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാം എണീക്കുകയാണ്. എന്നിട്ട് ഈസാ നബി പറഞ്ഞു, ഇനി നിങ്ങൾ തന്നെ അങ്ങ് കിടന്നോ, നിങ്ങൾ മരിച്ചു കൊള്ളുക. ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട ഈസാ നബിയോട് പറയുള്ളൂ, രണ്ടാമത് മരിപ്പിക്കാൻ അല്ലാഹുവിനോട് നിങ്ങൾ പറയല്ല, എന്നെ വേദനയില്ലാതെ മരിപ്പിക്കാൻ പറയണേ, കാരണം ഇക്കാലം അത്രയും ഞാനത് അനുഭവിക്കുകയാണ്, ഇനി രണ്ടാമത് അനുഭവിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ലല്ലോ എന്ന് ബഹുമാനപ്പെട്ട സാം ഇബ്നു നൂഹ് അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് മറുപടി പറയുകയാണ്. സഹോദരന്മാരെ, ഞാൻ നീട്ടിപ്പരത്തി പറയുന്നില്ല, ഒരു ചരിത്രം കൂടെ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെയോ? അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതുമല്ല ഒരു സ്വാലിഹായ അമലായി ഖബൂലാക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന സ്വാലിഹീങ്ങളിലാ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാഹ്.
സഹോദരന്മാരെ, അവസാനം ഒരു ചരിത്രം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളും നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അടുക്കലേക്ക് വന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന ഹാദിഹി ദാറ ദാറു ഫനാ വല്ലാഖിറതു ദാറു ബഖാ. ഓ ഉമ്മ, ഈ ദുനിയാവ് നശ്വരമാണ്, നശിക്കേണ്ടതാണ്. വല്ലാഖിറതു ദാറു ബഖാ, ആഖിറം എന്നൊന്നും നിലനിൽക്കേണ്ടതുമാണ്. അതുകൊണ്ട് ഫതഅലി യാ ഉമ്മ, നിങ്ങൾ എന്റെ കൂടെ വരൂ, നമുക്ക് അല്ലാഹുവിലേക്ക് അർപ്പിക്കാമല്ലോ നമ്മുടെ ജീവിതം, അല്ലാഹുവിലേക്ക് ആരാധന കൊണ്ടെടുക്കാമല്ലോ, നമ്മുടെ ആഖിറം വെളിച്ചമാക്കാമല്ലോ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം ഉമ്മയെ അടുത്തേക്ക് വിളിക്കുന്നു. അങ്ങനെ ഉമ്മയുടെ കയ്യും പിടിച്ച് ലബനാനിലെ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി ചെല്ലുകയാണ്. പകല് മുഴുവനും ആരാധനയാണ്, നോമ്പും മറ്റു ആരാധനകളും. സുബ്ഹാനല്ലാഹ്, രാത്രിയായാലും അപ്രകാരം ആരാധനകളെ കൊണ്ട് രണ്ടുപേരും ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ നോമ്പനുഷ്ഠിക്കുന്ന ഉമ്മാക്ക് നോമ്പ് തുറക്കാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ച് മഹാനായ റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മയോട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഈ പർവ്വതത്തിന്റെ താഴോട്ട് ഇറങ്ങിപ്പോകുമ്പോ പെട്ടെന്ന് പൊന്നുമാൻ മാഞ്ഞു എന്ന് കണ്ടപ്പോഴേക്ക് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് ഒരാൾ വന്ന് സലാം പറയുന്നു. അസ്സലാമു അലൈകി യാ മറിയം. ഓ മറിയമേ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ പേടിച്ചു വിറക്കാൻ തുടങ്ങി. ചോദിക്കുന്നു, മന്നന്താനി, ആരാണ്? ഫൈന ജിൽദി ഖദ് ഇഖ്ശറ മിൻ സൗതിക, നിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്റെ ശരീരം വിറക്കാൻ തുടങ്ങിയല്ലോ. വതറ ഖൽബി മിൻ ഹൈബതിക, നിന്നെ കണ്ടതിന്റെ പേരിൽ, നിന്റെ രൂപം കണ്ടതിനാൽ എന്റെ ഹൃദയം പിടപിടക്കാൻ തുടങ്ങിയല്ലോ. നീ ആരാണെന്ന് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ വന്നവനോട് ചോദിക്കുമ്പോ അദ്ദേഹത്തിന്റെ മറുപടിയാണ്, അനല്ലദീ ലാ അർഹമു സഗീറ ലിസിഗ്രിഹി ലാ അർഹമു സഗീറ ലിസിഗ്രിഹി വലാ ഉക്രിമുൽ കബീറ ലികിബ്രിഹി. ചെറിയ മക്കളോട് ചെറിയ മകനാണോ ചെറിയ മകളാണോ എന്നതിന്റെ പേരിൽ കുഞ്ഞുമക്കളോട് കാരുണ്യം കാണിക്കാത്തവനാണ് ഞാൻ. വലാ ഉക്രിമുൽ കബീറ ലികിബ്രിഹി, വലിയവരെ ആദരിക്കേണ്ടവരെ ആദരിക്കാത്തവനാണ് ഞാൻ. അവിടെ സയ്യിദെന്നോ പണ്ഡിതനെന്നോ നേതാവെന്നോ രാഷ്ട്രീയക്കാരനെന്നോ നോട്ടമില്ല. വലാ ഉക്രിമുൽ കബീറ ലികിബ്രിഹി, ആദരിക്കേണ്ടവൻ ആദരിക്കപ്പെടേണ്ടവനായിരിക്കെ ആദരിക്കാത്തവനാണ് ഞാൻ. വഅന ഖാബിദുൽ അർവാഹ്, ഞാൻ ആത്മാവിനെ പിടിക്കുന്ന അസ്റായീലാണ്. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് പറയുമ്പോ മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, യാ മലക്കുൽ മൗത്ത് അസായിറൻ ജഅത അം ഖാബിലാ. ഓ അസ്റായീലേ, നീ എന്റെ അടുക്കൽ വന്നത് എന്നെ സന്ദർശിക്കാനാണോ അതോ എന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോവാനാണോ? മഹാനായ അസ്റായീലിന് കൊടുക്കാനുള്ള മറുപടി, ഇസ്തഈദി ലിൽ മൗത്ത്, നിങ്ങൾ മരണത്തിലേക്ക് തയ്യാറെടുക്ക മറിയമേ. ആ
സമയത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചോദ്യം അഫലാ തഅ്ദനു ലി ഹത്താ യർജിയ ഹബീബി വഖുറത്തു ഐനി ഞാൻ എന്നോട് ചേർത്തി വെക്കുന്ന എന്റെ പൊന്നോമന പുത്രൻ വരുന്നത് വരെ എന്റെ ആത്മാവിനെ പിടിക്കാതെ താമസം ചെയ്തു തരുമോ? ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാം മറുപടി കൊടുക്കുന്നു നിങ്ങളെ മകൻ വരുന്നത് വരെ താമസം ചെയ്യാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടില്ല. വല്ലാഹി ലാ അസ്തതിഉ അൻ അഖ്ബല റൂഅ ബഊദതിൻ ഖദ് അമറനി അല്ലാ ഉസീല ഖദമൻ മിൻ ഖദമിൻ അതാ അഖ്ബല റൂഹകി ഫീ മൗളിഇകി ഹാദാ. അല്ലാഹുവിന്റെ സമ്മതം കൂടാതെ ഒരു കൊതുകിന്റെ ജീവൻ പോലും എടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല മറിയമേ. അല്ലാഹ് എന്നോട് പറഞ്ഞത് നിങ്ങളെ കാല് മുന്നോട്ട് വെക്കരുത്, എന്റെ കാലും മുന്നോട്ട് വെക്കരുത്. ആ മറിയമിന്റെ റൂഹിനെ പിടിക്കാതെ നിന്റെ കാല് മുന്നോട്ട് വെക്കരുതെന്നാ അല്ലാഹ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് മരണത്തിലേക്ക് തയ്യാറായിക്കോ എന്ന് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോ മലക്കുൽ മൗത്തിനോട് പറഞ്ഞു ഇസ്തസ്ലംതു ലി അംരില്ലാഹി ഫംലി അംറല്ലാഹ്. എന്നാൽ പടച്ച റബ്ബ് കൽപ്പിച്ചതുപോലെ റൂഹിനെ പിടിച്ചോ, എനിക്ക് സമ്മതമാണ്. അങ്ങനെ മഹാനായ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയമിന്റെ റൂഹിനെ പിടിക്കുന്നത് ലബനാനിന്റെ പർവ്വതത്തിന്റെ മുകളിൽ വെച്ചാണ്. ഈസാ നബി അലൈഹിസ്സലാം പൊന്നുമോന് സുഭിക്ഷമായ ഭക്ഷണം തയ്യാറാക്കി നോമ്പ് തുറക്കാനുള്ള അവസരത്തിന്റെ നേരത്ത് ഉമ്മയുടെ അടുക്കലേക്ക് വരുമ്പോ ഉമ്മ കിടക്കുന്നത് കാണുകയാണ്. മഹാനായ ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം കരുതുന്നു എന്റെ ഉമ്മ കിടന്നുറങ്ങുകയാണോ ക്ഷീണം കൊണ്ട്. അസ്സലാമു അലൈകി യാ ഉമ്മ, എന്റെ ഉമ്മ അല്ലാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാവട്ടെ. ഖദ് ഹജമൽ ലൈലു വഅഫ്തറ സ്വായിമൂൻ വവഖഫൽ ആബിദൂൻ വമാ ബാലുക ലാ തഖൂമീന ഇലാ ഇബാദത്തിർ റഹ്മാൻ. ഓ എന്റെ ഉമ്മ, നോമ്പ് തുറക്കേണ്ടവർ നോമ്പ് തുറന്ന സമയമാ. അല്ലാഹുവിനെ ആരാധിക്കേണ്ട അടിമകൾ ആരാധിക്കാൻ നിൽക്കുന്ന സമയമാ. വമാ ബാലുക ലാ തഖൂമീന ഇലാ ഇബാദത്തിർ റഹ്മാൻ. യജമാനനായ റബ്ബിനിക്ക് ആരാധന നിർവഹിക്കാൻ എന്തുകൊണ്ട് നിങ്ങളൊന്ന് എണീക്കുന്നില്ല ഉമ്മ എന്ന് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മരണവാർത്ത അറിയാതെ പൊന്നുമോനെ കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുമ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ കണ്ണു തുറക്കുന്നില്ല, ഉണരുന്നില്ല. ക്ഷീണം കൊണ്ടായിരിക്കുമെന്ന് മനസ്സിലാക്കി സുബഹിന്റെ സമയം വന്നു. പക്ഷേ ഉമ്മ എണീക്കുന്നത് കാണുന്നില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വീണ്ടും ചെന്നുകൊണ്ട് അസ്സലാമു അലൈകി യാ ഉമ്മ. അതേ സുബഹിന്റെ സമയമാകുമ്പോ കിടന്നുറങ്ങേണ്ട സമയമല്ലല്ലോ, യജമാനന് ആരാധന അർപ്പിക്കേണ്ട സമയമാണല്ലോ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഉമ്മാനെ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. ഉടനെ തുമ്മ വലാ ഖദ്ദഹു അലാ ഖദ്ദിഹാ, മറിയമിന്റെ കവിളത്തടത്തേക്ക് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാമിന്റെ കവിളം വെച്ചു. വഫമഹു അലാ ഫമിഹാ, വായക്ക് മുകളിൽ വായ വെച്ചുകൊണ്ട് വയുനാദിഹാ ബാക്കിയാ, കരഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പൊന്നുമ്മാനെ വിളിക്കുന്നു. യാ ഉമ്മാ ഖദ് മദല്ലൈലു വഅഖ്ബലൻ നഹാർ, രാത്രി കഴിഞ്ഞു ഉമ്മ പകല് മുന്നിട്ട് വന്നിട്ടുണ്ട്.
ഹാദാ വഖതു ഫരീള. ഇനിയെല്ലാം ചെയ്യേണ്ടത് ഫർദായ കർമ്മത്തിന്റെ സമയമാണ്, അതുകൊണ്ടൊന്ന് എണീക്കുമോ എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പൊട്ടിക്കരയുമ്പോ ഫബഖതിൽ മലായികതു വബഖതിൽ ജിന്നു. ഈസാ നബിയുടെ കരച്ചിൽ കേട്ടുകൊണ്ട് മലായികത്തുകൾ പൊട്ടിക്കരയാൻ തുടങ്ങിയപ്പോ അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കുകയാ, മായബകീകും യാ മലായികതി, മായബകീകും നിങ്ങളെന്തിനാ കരയുന്നത്? ആ മലായികത്തുകൾ യജമാനനോട് കൊടുക്കുന്ന മറുപടി, അന്ത അഅലമു, നിനക്കറിയാലോ അല്ലാഹ്. കണ്ടില്ലേ, ഒരു കുഞ്ഞുമോനെ ഉമ്മാന്റെ ഉണർച്ച പ്രതീക്ഷിച്ചുകൊണ്ട് വിളിക്കുമ്പോ വിളി കേൾക്കാത്തതിന്റെ പേരിലാണ് കവളിനോട് ഒപ്പിച്ചു വെച്ചുകൊണ്ട് പൊട്ടിക്കരയുന്നത് കണ്ടില്ല. അല്ലാഹ് വല്ലാത്ത വേദന തന്നെ. ഉടനെ അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നൊരു അശരീരിയ, യാ ഈസാ ഇർഫഅ റസക ഖദ് മാതത് ഉമ്മുക. ഓ ഈസാ നബിയെ, നിങ്ങളെ തല ഉയർത്തുക, നിങ്ങളെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് വിളിയാളം കേട്ടപ്പോ, എന്റെ ഉമ്മ മരിച്ചുവല്ലോ, ഇനി എന്റെ ഉമ്മാനെ കഫൻ ചെയ്യണം, മയ്യത്ത് നിസ്കരിക്കണോ, എന്റെ കൂടെ മറ്റാരും സഹായത്തിനില്ലല്ലോ എന്ന് മനസ്സിലാക്കി ലബനാനിന്റെ പർവ്വതത്തിന്റെ ശിഖരത്തിൽ നിന്ന് താഴോട്ട് വരുമ്പോ ബനൂ ഇസ്രായീലിലെ ചില ആളുകളെ കണ്ടു. അവരോട് വിഷയം പറഞ്ഞു, എന്റെ ഉമ്മ അങ്ങനെ മരിച്ചു കിടക്കുന്നുണ്ട്. ആ സമയത്ത് അവര് പറയുന്നു, നീ ആരാണ്? നീ വന്നപ്പോ ഞങ്ങളെ പരിസരങ്ങളെല്ലാം വല്ലാതെ സന്തോഷം വന്നല്ലോ. ഖദ് അല്ലാഹു സുർ വജീക ദൗറനാ, നിന്റെ മുഖത്തിലുള്ള പ്രകാശം കൊണ്ട് ഞങ്ങളെ ചുറ്റുഭാഗവും പ്രകാശിക്കാൻ തുടങ്ങിയല്ലോ. നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അന റൂഹുല്ലാഹി ഈസാ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകൻ ഈസയാണ്. ഇന്ന ഉമ്മീ ഖദ് മാതത് ഗരീബാ, എന്റെ ഉമ്മ അങ്ങകലെ മരിച്ചു കിടക്കുന്നുണ്ട്. ഫഅഖീനൂനി അലാ ഗുസ്ലിഹാ വകഫനിഹാ വദഫനിഹാ, എന്റെ ഉമ്മാനെ മറവ് ചെയ്യാൻ, കഫൻ ചെയ്യാൻ, കുളിപ്പിക്കാൻ എന്നെയൊന്ന് സഹായിക്കുമോ? ഉടനെ തന്നെ ബനൂ ഇസ്രായീലര് പറഞ്ഞു, യാ റൂഹല്ലാഹ്, ഓ ഈസാ നബിയെ, ഇന്ന ഹാദൽ ജബല കതീറുൽ ലഫാഇ വൽ ഹയ്യാത്ത്, നീയാ പറയുന്ന പർവ്വതമുണ്ടല്ലോ, ഭീകരജീവികളാൽ നിറക്കപ്പെട്ട പർവ്വതമാ. ലം യസ്ലുഖുഹു ആബാഉനാ വ അജ്ദാദുനാ 300 ആം, 300 വർഷമായി ഞങ്ങളെ പിതാക്കളാരും ആ പർവ്വതത്തിൽ കയറാറില്ല. അതുകൊണ്ട് ഞങ്ങളോട് ആ വിഷയം പറഞ്ഞു വരല്ലേ, നിന്നെ സഹായിക്കാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം മറ്റൊരു പർവ്വതത്തിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോ 2 സുന്ദരന്മാരായ ചെറുപ്പക്കാരെ കണ്ടു. 2 ചെറുപ്പക്കാരെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഈ 2 ചെറുപ്പക്കാരോട് പറഞ്ഞു, ഇന്ന ഉമ്മീ ഖദ് മാതത് ഗരീബാ, എന്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ട്, വളരെ ദൂരെ മരിച്ചു കിടക്കുകയാണ്. ഫീ ഹാദൽ ജബലി ഫഅഈനി അലാ തജ്ഹീസിഹാ, എന്റെ ഉമ്മാനെ ഒന്ന് മറവ് ചെയ്യാൻ, പരിപാലനം നടത്താൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ? ആ സമയത്ത് ചെറുപ്പക്കാരിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അദാ മികാഈൽ, എന്റെ കൂടെയുള്ളവൻ മികായിലാണ്. വഅന അജ്ബാൻ ജിബ്രീൽ, ഞാൻ ജിബ്രീലുമാണ്. വഹാദൽ ഹനൂതു വൽ അക്ബാന മിൻ ഇൻദി റബ്ബിക, ഞങ്ങളെ കയ്യിലുള്ള കബമ്പുടയുണ്ടല്ലോ, ഞങ്ങളെ കയ്യിലുള്ള കർപ്പൂരമുണ്ടല്ലോ, അത് കൊടുത്തു വിട്ടതാ. ഫഇന്നൽ ഹൂറല്ലീന ഖദ് ഹബതത്തില്ലാന മിനൽ ജന്നതി ലിഗുസ്ലിഹാ വതകഫീനിഹാ, നിന്റെ ഉമ്മാനെ കുളിപ്പിക്കാൻ, നിന്റെ ഉമ്മാനെ കഫൻ ചെയ്യാൻ അല്ലാഹു തആല സ്വർഗ്ഗലോകത്തിൽ നിന്ന് ഹൂർലീങ്ങളെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനോടുകൂടെ
മീകാഈലും അസ്റായി ബഹുമാനപ്പെട്ട മീകാഈലും ജിബ്രീൽ അലൈഹിസ്സലാം രണ്ടുപേരും കൂടെ കയറി ചെന്നു. ജിബ്രീലു ഖബറഹാ മിൻ റഅസിൽ ജബൽ, പർവ്വതത്തിന്റെ മുകളിൽ തന്നെ മഹദിയായ മറിയം ബീവിനെ മറവ് ചെയ്യാൻ ഒരു ഖബർ കുത്തി. ആരാ കുത്തിയത്? ജിബ്രീലാണ്. വദഫനുഹാ ഫീഹി ബഅദ അൻ സല്ലൂ അലൈഹാ, മയ്യിത്ത് നിസ്കാര നിർവഹണത്തിന് ശേഷം മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹയെ ആ ഖബറിൽ മറവ് ചെയ്യുകയും ചെയ്തു. ഈ സമയത്താണ് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം കരുതുന്നത്, എന്റെ ഉമ്മാനെ മരണശേഷം ഞാൻ കണ്ടില്ലല്ലോ, മരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മാന്റെ അഭിലാഷം ഞാൻ ചോദിച്ചില്ലല്ലോ, എന്റെ ഉമ്മയോടൊന്ന് സംസാരിക്കാൻ അല്ലാഹ് എനിക്ക് നീ അവസരം നൽകുമോ? എന്റെ ഉമ്മീ മാതത് വലം മുശ്ഹിദഹാ ഇന്ന വഫാതിഹാ, എന്റെ ഉമ്മാനെ മരിക്കുന്ന സമയത്ത് കാണാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് പടച്ച തമ്പുരാനേ ഫഖദല്ലാ തുകല്ലിമുനീ, എന്നോട് സംസാരിക്കാൻ മറിയമാകുന്ന ഉമ്മാക്ക് നീ സമ്മതം കൊടുക്കണോ? അല്ലാഹു തആല മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ അടുക്കലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഖബറിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു, അസ്സലാമു അലൈകി യാ ഉമ്മാ, ഉമ്മാ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ഫഅജാബതുഹു മിനൽ ഖബർ, ഉടനെ തന്നെ ഖബറിൽ നിന്ന് മറുപടി കേൾക്കുന്നു, യാ ഹബീബി വയാ ഖുർറതൈനി, പൊന്നുമോനെ എന്നെ നീ വിളിച്ചോ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ബഹുമാനപ്പെട്ട മഹദിയോട് ചോദിക്കുന്നു, യാ ഉമ്മാ കൈഫ റഅയ്തിൽ ഖുദൂമ ഇലാ റബ്ബികി, യജമാനനായ റബ്ബിന്റെ അടുക്കലേക്ക് എത്തിപ്പെടുമ്പോ എങ്ങനെയുണ്ടായിരുന്നു റബ്ബിന്റെ സ്വീകാര്യതയാ? ഉടനെ തന്നെ മഹദി പറയുന്ന, ഖദിംതു അലാ റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കലേക്ക് ഞാൻ വരുമ്പോ ഫവജതുഹു റാദിയൻ ഗൈറ ഗുദ്ബാൻ, അല്ലാഹുവിന് എന്നോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ബഹുമാനപ്പെട്ട മഹദിയാകുന്ന മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയോട് പിന്നീട് ചോദിക്കുന്നു, കൈഫ വജതി അലമൽ മൗത്ത്, മരണത്തിന്റെ വേദന എങ്ങനെയുണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് മഹദി കൊടുക്കുന്ന മറുപടി, വല്ലദീ ബഅസക ബിൽ ഹഖി നബിയ്യാ, ഓ ഈസാ നിന്നെ ഒരു പ്രവാചകനായി പറഞ്ഞയച്ച അല്ലാഹു തആല തന്നെയാ സത്യം. മാ ദഹബത് മിറാറത്തിൽ മൗതി മിൻ ഖൽബി, എന്റെ ഹൽഖിൽ നിന്ന്, മിൻ ഹൽഖി എന്റെ ഹൃദയത്തിൽ നിന്ന്, എന്റെ ഹൽഖിൽ നിന്ന് മരണത്തിന്റെ വേദന ഇപ്പോഴും പോയിട്ടില്ല. വഹൈബതു മലക്കിൽ മൗതി, മലക്കിൽ മൗതി മിൻ ഐനയ്യാ, എന്റെ രണ്ട് കണ്ണിൽ നിന്ന് ബഹുമാനപ്പെട്ട മലക്കൽ മൗത്ത് അസ്റായീലിന്റെ ഭീകരമായ മുഖവോ മാഞ്ഞു പോയിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനോട് മറിയമാകുന്ന ഉമ്മ മറുപടി പറയുമ്പോ, ഓ എന്റെ മുഅ്മിനേ, ഈ മരണത്തിലേക്ക് വരുമ്പോ അവിടെ സന്തോഷിക്കാൻ ഒരു വകയുണ്ട്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിത്തരാൻ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ച് അധികരിച്ച സ്വലാത്ത് ചൊല്ലിയവനാരോ, നബി തങ്ങളെ പിന്തുടർന്നവനാരോ, അവനെ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അടുത്ത് വരുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചതല്ലയോ? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ പങ്കെടുത്തതിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, ഞങ്ങളെ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മരണത്തിന്റെ വേദനക്ക് ഇളവ് നൽകണേ അല്ലാഹ്. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാനുണ്ട്. എല്ലാവരും അടുത്ത് വരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഖൈറാണ്. എല്ലാ ആളുകളും അടുത്തേക്ക് വരും, ഉടനെ തന്നെ തിരിച്ചു പോകാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ.